ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ് ക്ലൗഡ് 9 എന്ന യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ലോഫിംഗ് സോങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലോഫിംഗ് സോങ്ങിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ആക്ടിവിറ്റീസും പോയത്തിൻ്റെ അപ്രിസിയേഷനും നമ്മളിതിൽ ചെയ്യും. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം ലോഫിംഗ് സോങ് എന്നുള്ള പോയം വായിക്കുന്നതായിരിക്കും. ശേഷം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനൊന്നും അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ് പറയില്ല. ലാസ്റ്റ് ആയിരിക്കും അപ്രിസിയേഷനിൽ അതിൻ്റെ മീനിങ്സ് പറയുക. നമ്മൾ ആദ്യം ഇത് വായിക്കുന്നു, പിന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു, ആക്ടിവിറ്റീസ്, അപ്രിസിയേഷൻ, ഇങ്ങനെയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. വില്യം ബ്ലേക്കിൻ്റെ ആണ് ഈ ഒരു പോയട്രി വരുന്നത്, ലോഫിംഗ് സോങ്. വായിക്കാം ആദ്യം. When the green woods laugh with the voice of joy, and the dimpling stream runs laughing by, when the air does laugh with our merry wit, and the green hill laughs with the noise of it, when the meadows laugh with lively green, and the grasshopper laughs in the merry scene, when Mary and Susan and Emily with their sweet round mouths sing ha ha he, when the painted birds laugh in the shade where our table with cherries and nuts is spread, come live and be merry and join with me to sing the sweet chorus of ha ha he. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോയട്രി വരുന്നത്. ഇനി നമുക്ക് വില്യം ബ്ലേക്ക് ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, പെയിൻറ്ററാണ്, റൊമാൻറ്റിക് ഏജിൽ വരുന്ന പോയറ്റാണ്. അതൊക്കെ നമുക്കറിയാം. നിങ്ങൾ വായിച്ചു നോക്കുക. 6 ചോദ്യങ്ങളുണ്ട്. 6 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് ആൻസർ ദി ഫോളോയിങ്, അതിനുശേഷം ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who is the speaker in the poem? Answer, the speaker in the poem is the poet himself. അതായത് വില്യം ബ്ലേക്ക് തന്നെയാണ്, ആ പോയറ്റ് തന്നെയാണ് ഇവിടുത്തെ സ്പീക്കർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, what does the poet mean by dimpling stream? Dimpling stream പറഞ്ഞാൽ എന്താ മീനിങ്? Dimpling stream is a poetic image that conveys joy and the beauty of nature. It evokes the picture of a stream flowing so gently that it creates small circular ripples like dimples on the water's surface. അപ്പോൾ ഡിംപ്ലിംഗ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഇമേജ് ആണ്. ജോയ് ആൻഡ് ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ഒരു സൗന്ദര്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിലവിടെ കാണിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഒരു അരുവി ഇങ്ങനെ ഒഴുകുകയാണ്. എന്നിട്ട് അത് ചെറിയ സർക്കുലർ റിപ്പിൾസും ഡിംപിൾസും ഒക്കെ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഹൗ ഡസ് ദ ചിൽഡ്രൻ എക്സ്പ്രസ് ദെയർ ഹാപ്പിനെസ്? കുട്ടികൾ എങ്ങനെയാണ് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? ദ ചിൽഡ്രൻ മേരി, സൂസൻ ആൻഡ് എമിലി എക്സ്പ്രസ് ദെയർ ഹാപ്പിനെസ് ത്രൂ സിംഗിങ് ജോയ്ഫുള്ളി യൂസിങ് ദെയർ സ്വീറ്റ് റൗണ്ട് മൗസ് ടു സിംഗ് ഹാ ഹാ ഹി. അപ്പോൾ ഇവർ പാട്ട് പാടിയിട്ടാണ് അവരുടെ ഹാപ്പിനെസ് കാണിക്കുന്നത് അല്ലേ? അത്രയേ ഉള്ളൂ. അടുത്തത് 4, വൈ ആർ ദ ബേർഡ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് പെയിൻറ്റഡ്? ഇവിടെ പക്ഷികളെ പെയിൻറ്റഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തുകൊണ്ട്? ഡിസ്ക്രൈബിംഗ് ദ ബേർഡ്സ് ആസ് പെയിൻറ്റഡ് സജസ്റ്റ് ദാറ്റ് ദെയർ ഫെദേഴ്സ് ആർ വൈബ്രൻറ്റ് ആൻഡ് കളർഫുൾ. അവരുടെ തൂവലുകൾ വളരെ ഭംഗിയുള്ളതും കളർഫുള്ളുമാണ്. ലൈക്ക് എ പെയിൻറ്റിങ്, ഒരു പെയിൻറ്റിങ് പോലെ. It adds to the overall imagery of a cheerful and lively scene, with nature itself appearing almost artistic in its beauty. നെക്സ്റ്റ്, 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് ആസ്ക് അസ് ടു ഡു? പോയറ്റ് നമ്മളോട് എന്താണ് ചെയ്യാൻ പറയുന്നത്? ദ പോയറ്റ് ഇൻവൈറ്റ്സ് അസ് ടു ജോയിൻ ഇൻ ദ ജോയ് ഓഫ് നേച്ചർ. ഹി ആസ്ക് അസ് ടു ലിവ് ഹാപ്പിലി ആൻഡ് ബി മെറി. നമ്മളോട് പ്രകൃതിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറയുന്നു, അതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ. എൻകറേജിങ് അസ് ടു സിംഗ് അലോങ് ആൻഡ് എ പാർട്ട് ഓഫ് ദ ബ്യൂട്ടിഫുൾ ഹാർമോണിയസ് കോറസ് ഓഫ് ഹാ ഹാ ഹി. അപ്പോൾ ഈ ഹാ ഹാ ഹി എന്ന് പറയുന്ന കോറസിൽ ഭാഗമാകാൻ നമ്മളോട് പാടാൻ പറയുന്നു, വിത്ത് നേച്ചർ ആൻഡ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ കൂടെയും പ്രകൃതിയുടെ കൂടെയും. 6ാമത്തെ ചോദ്യം, വൈ ഡു യു തിങ്ക് ദ പോയം ഈസ് ടൈറ്റിൽ ലോഫിംഗ് സോങ്? എന്തുകൊണ്ടാണ് ഈ പോയത്തിൻ്റെ ഹെഡിങ് ആയിട്ട് ലോഫിംഗ് സോങ് എന്ന് വരാൻ കാരണം? The poem is titled Laughing Song because it vividly captures the essence of joy and laughter in nature and among the children. The poet uses imagery of laughing woods, streams, hills and birds along with merry laughter of the children to create a harmonious and cheerful scene.
The entire poem is an invitation to join this chorus of laughter, celebrating the simple joys of life. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആദ്യം തന്നിരിക്കുന്നത് റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. നമുക്ക് അതിൽ നിന്ന് 2 ലൈൻ തന്നിട്ടുണ്ട്. ദ വേർഡ് വിറ്റ് ആൻഡ് ഇറ്റ് റൈം. ഇവിടെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പോയതിൽ നിന്ന്. റൈമിംഗ് വേർഡ്സ് വരുന്നത് ജോയ്, ബൈ, വിറ്റ്, ഇറ്റ്, ഗ്രീൻ സീൻ, ഷെയ്ഡ് സ്പ്രെഡ്, ഹീ, മീ. ഓക്കെ, നെക്സ്റ്റ് റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോയം തന്നിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് ഔട്ട് അതർ സെറ്റ്സ് ഓഫ് വേർഡ്സ് ഇൻ ദ പോയം വിച്ച് ആർ അസണൻസ്. അസണൻസ് വരുന്ന വേർഡ്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. വോയിസ്, ജോയ് അവർ തന്നിട്ടുണ്ട്. ഡിംപ്ലിംഗ്, ലോഫിംഗ്, ഗ്രാസ് ഓപ്പർ, ലോഫ്, റൗണ്ട് മൗത്ത്, പെയിൻറ്റഡ് ഷെയ്ഡ്, വിത്ത്, വിറ്റ്, ഹില്ല്, വിത്ത്. ഓക്കെ, അടുത്തത് നമുക്ക് 2 ലൈൻസ് തന്നിട്ട് അതേ ലൈൻസ് തന്നെ 2 ലൈൻസ് തന്നിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്? The meadows and the grasshopper laugh like us. Pick out from the poem other examples of animals or objects which behave like human beings. Animals or objects ആയിക്കോട്ടെ ഹ്യൂമൻ ബീങ്സും പോലെ ബിഹേവ് ചെയ്യണതിനെ കണ്ടുപിടിക്കണം അല്ലേ? നോക്കാം. 4 ആൻസർ ഉണ്ട്. When the green woods laugh with the voice of joy, the dimpling stream runs laughing by, when the air does laugh with our merry wit, and the green hill laughs with the noise of it. 4. The poet describes the joy of nature vividly. Pick out instances from the poem. അപ്പോൾ ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്. ഗ്രീൻ വുഡ്സ് ലോഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ് അവർ തന്നിരിക്കുന്നു. അടുത്തത് ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലോഫിംഗ് ബൈ, ദ എയർ ഡസ് ലോഫ് വിത്ത് അവർ മെറി വിറ്റ്. അടുത്തത് ഗ്രീൻ ഹിൽസ് ലോഫ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്, മെഡോസ് ലോഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ, ഗ്രാസ് ഓപ്പർ ലോഫ്സ് ഇൻ ദ മെറി സീൻ. കംപ്ലീറ്റ് ദ ടേബിൾ ആണ് അടുത്തത് വരുന്നത്. ടൈറ്റിൽ ഓഫ് ദ പോയം വരുന്നത് ലോഫിംഗ് സോങ് ആണ്. നെയിം ഓഫ് ദ പോയറ്റ് വില്യം ബ്ലേക്ക്. കണ്ടന്റ് തീം നമുക്ക് നോക്കാം. ദ തീം ഓഫ് ദ പോയം ലോഫിംഗ് സോങ് ഇസ് ദ ജോയ് ആൻഡ് ഹാർമണി ഫൗണ്ട് ഇൻ നേച്ചർ. The poet celebrates happiness and laughter present in the natural world, inviting everyone to join in and appreciate the simple pleasures of life. വൈ യു ലൈക്ക്ഡ് ഇറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങളിത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കാം. ഐ ലൈക്ക്ഡ് ദി പോയം ലോഫിംഗ് സോങ് ബിക്കോസ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ജോയ്ഫുൾ ആൻഡ് വൈബ്രൻറ്റ് ഇമേജറി. The playful descriptions of nature laughing combined with the lively activities of the children create a cheerful and inviting scene. The simple rhythmic language makes it easy to understand and enjoy, sparking their imagination and appreciation for the beauty and happiness in the world around them. അടുത്തത് നമുക്ക് അപ്രിസിയേഷൻ ആണ്. റൈറ്റ് അപ്രിസിയേഷൻ ഓഫ് ദ പോയം ലോഫിംഗ് സോങ്. ലോഫിംഗ് സോങ്ങിൻ്റെ അപ്രിസിയേഷൻ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവസാനത്താണ് നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കുന്നതെന്നുള്ളത്. ലോഫിംഗ് സോങ് ഈസ് എ ഷോർട്ട് പോയം ബൈ വില്യം ബ്ലേക്ക്. It is a delightful poem that vividly captures the essence of joy and harmony in nature. അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള സന്തോഷവും ഹാർമണിയുമാണ് കാണിക്കുന്നത്. The poet William Blake uses personification to bring the natural world to life. നാച്ചുറൽ വേൾഡിനെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കുറേ പേഴ്സോണിഫിക്കേഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മേക്കിംഗ് വുഡ്സ്, സ്ട്രീംസ്, ഹിൽസ് ആൻഡ് ഈവൻ ഗ്രാസ് ഓപ്പേഴ്സ് സീംസ് ടു ലോഫ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മെറിമെൻറ്റ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് നാച്ചുറൽ വേൾഡ് ടു ലൈഫിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം വുഡ്സിനെ കുറിച്ച്, അതുപോലെ അരുവികൾ, ഹിൽസ്, ഗ്രാസ് ഓപ്പർ, പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ദിസ് ടെക്നിക് ക്രിയേറ്റ്സ് എ ലൈവ്ലി ആൻഡ് ചിയർഫുൾ സീൻ വെർ എവറി എലമെൻറ്റ് ഓഫ് നേച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഓവറോൾ സെൻസ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ഇവിടെ പ്രകൃതിയിൽ കാണുന്ന ഓരോന്നിനെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചിയർഫുൾ സീൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് തരുന്നു നമുക്ക്. അപ്പോൾ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും എന്താ പറയുക, ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഹാപ്പിനെസ് പ്രകൃതിയിൽ അല്ലെങ്കിൽ നേച്ചറിൽ കൊണ്ടുവരുന്നുണ്ട്, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത പാര, ദി ഇമേജറി ഈസ് റിച്ച് ആൻഡ് വൈബ്രൻറ്റ് വിത്ത് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഗ്രീൻ വുഡ്സ്, ഡിംപിൾഡ് സ്ട്രീംസ് ആൻഡ് പെയിൻറ്റഡ് ബേർഡ്സ്. പിന്നെ അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇമേജറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രീൻ വുഡ്സ്, ഡിംപിൾഡ് സ്ട്രീംസ്, പെയിൻറ്റഡ് ബേർഡ്സ്. Next, the children's laughter and singing blend seamlessly with the natural surroundings, emphasizing a harmonious relationship between humans and nature. The poem's rhythm and simplicity make it accessible and enjoyable for readers of all ages. പിന്നെ അതുപോലെ തന്നെ പോയതിൻ്റെ ഋതുവും അതുപോലെ തന്നെ സിംപ്ലിസിറ്റിയും എല്ലാ റീഡേഴ്സിനും, ഏത് ഏജിൽപ്പെട്ട റീഡേഴ്സ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും
പോയം വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഇറ്റ് കൺവേസ് എ പവർഫുൾ മെസ്സേജ് അബൌട്ട് ഫൈൻഡിങ് ജോയ് ഇൻ ദ സിമ്പിൾ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് ആൻഡ് സെലിബ്രേറ്റിംഗ് ദ ബ്യൂട്ടി ഓഫ് ദ നാച്ചുറൽ വേൾഡ്. ഇത് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക, അതിനെ ആഘോഷിക്കുക, അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ നാച്ചുറൽ വേൾഡിൻ്റെ ബ്യൂട്ടീനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, അതിനെ നമ്മൾ ആസ്വദിക്കുക. ഇറ്റ്സ് എ ചാമിങ് ആൻഡ് ഇൻസ്പയറിംഗ് പീസ് ദാറ്റ് എൻകറേജസ് റീഡേഴ്സ് ടു അപ്രിഷിയേറ്റ് ആൻഡ് ജോയിൻ ഇൻ ദ കോറസ് ഓഫ് ലൈഫ്സ് നാച്ചുറൽ ജോയ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അപ്രിസിയേഷൻ വരുന്നത്. ചെറിയ പോയട്രി ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.